കോൺഗ്രസിന്റെ ഏറ്റവും നിർണായകമായ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട KPCC നേതൃയോഗം ആണ് ചേരുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഇന്ദിരാഭവനിൽ ആണ് യോഗം ചേരുക. മധുസൂദനൻ മിസ്ത്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ജയസാധ്യതയുള്ള 3 പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡിന് കൈമാറുക. പാലക്കാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MLA-മാർ മത്സരിക്കും എന്നതാണ് ഇപ്പോഴത്തെ വിവരം. ഇതിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. അതായത് യുവാക്കൾക്ക് കൃത്യമായ പരിഗണന നൽകുമോ, സ്ത്രീ സ്ഥാനാർത്ഥിമാർ എത്രയുണ്ടാകും, ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഈ പട്ടിക പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കുമ്പോൾ പ്രസക്തമാകുന്നത്. ഡാൻ കുര്യനിലേക്ക് പോകുന്നു. ഡാൻ, ഉച്ചയ്ക്ക് ശേഷമാണ് നിർണായകമായ യോഗം ചേരാൻ പോകുന്നത്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വെച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ വിശദമായി ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചർച്ചയ്ക്ക് വിളിച്ചത്. അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് KPCC ആസ്ഥാനത്ത് വെച്ച് ഇന്ന് നിർണായക നേതൃയോഗം നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ മധുസൂദൻ മിസ്ത്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രവർത്തക സമിതി അംഗങ്ങൾ ഈ യോഗത്തിന്റെ ഭാഗമാകും. പക്ഷേ ശശി തരൂർ യോഗത്തിൽ എത്തിയേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്നത്തെ യോഗം എന്നതാണ് ഏറ്റവും പ്രസക്തം. അതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും 3 പേരുടെ വീതം സാധ്യതാ പട്ടിക തയ്യാറാക്കും. ആ പട്ടികയായിരിക്കും ഹൈക്കമാൻഡിന് സംസ്ഥാനത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുക. അതിൽ തന്നെ നിലവിൽ പാലക്കാട് ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. മറ്റ് സ്ഥലങ്ങളിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം, അതിൽ യുവപ്രാതിനിധ്യം എത്ര വേണം, വനിതാ പ്രാതിനിധ്യം എത്ര വേണം, ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് എങ്ങനെ ഇവരെ പരിഗണിക്കാം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ചകളിൽ നിറയുന്നത്. പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്ന പോലെ, അതായത് പാലക്കാട് ഒഴികെയുള്ള മണ്ഡലങ്ങൾ, പാലക്കാട് നമുക്ക് പ്രത്യേകമായ സാഹചര്യം അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലമുണ്ട്, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. അവിടെ മറ്റൊരു പേര് പ്രധാനമായും തൃപ്പൂണിത്തുറയായിരുന്നല്ലോ ഉയർന്നു കേട്ടത്. കെ ബാബു മത്സരിക്കുമോ എന്നതിൽ സംശയം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അതായത് കെ ബാബു അടക്കം മത്സരിക്കണം എന്നതിലേക്കാണ് ഇപ്പോൾ നേതൃത്വം എത്തിയിട്ടുള്ളത് ഒരു തീരുമാനം. കെ ബാബുവിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ നൽകുന്ന ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുകയുള്ളൂ. അദ്ദേഹം മാറി നിൽക്കാൻ സന്നദ്ധ അറിയിച്ചാൽ മാത്രമേ തൃപ്പൂണിത്തുറയിൽ മറ്റൊരു പേരിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം അത്തരമൊരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയം നിലനിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ പാലക്കാട് ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും തരത്തിൽ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വയമേ മാറി നിൽക്കാൻ കെ ബാബു തയ്യാറായാൽ മാത്രമേ അവിടെ പകരം പേര് ചർച്ചയ്ക്ക് വരികയുള്ളൂ. എന്തായാലും പല പേരുകൾ അങ്ങനെ വന്നാൽ കെ ബാബുവിന് പകരക്കാരനായി തൃപ്പൂണിത്തുറയിൽ ആരെ പരിഗണിക്കണം എന്ന കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ അവർ തയ്യാറാക്കുന്നുണ്ട്, പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അതിൽ അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകും. എന്തായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപെങ്കും ഇല്ലാത്ത വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന അടക്കമുള്ള നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുക എന്നൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക അതിനോടകം തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സജീവമാക്കിയിരിക്കുന്നത്. അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട യോഗം ചേരാൻ പോകുന്നത്, KPCC നേതൃയോഗം. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടി പങ്കെടുക്കുമ്പോൾ ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി ധാരണയിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കാം. അവിടെ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയുടെ ഭാഗമായി തന്നെ ചില സ്ഥാനാർത്ഥികളെയെങ്കിലും അവതരിപ്പിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.